എല്ലായിടത്തും ഉണ്ടല്ലോ കുട്ടാ നിന്നെ സ്നേഹിക്കുന്നവര്. ഇതെന്താണ് കഥ? ആ പെൺകുട്ടിയുടെ മുഖത്ത് ഇത്രയും വേദന കാണണമെങ്കിൽ അതൊരു കാര്യമില്ലാത്ത കഥയാ സാറേ. ഞാൻ മരിച്ച എങ്ങനെയാന്ന് കണ്ടുപിടിക്കാൻ ആ കഥ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും അളിയൻ വരണം. അതുവരെ ഒരു നേരം പോക്ക്. താൻ പറ കേൾക്കട്ടെ. സാറിനൊക്കെ നേരം പോക്കല്ല സാറേ. അയ്യോ കുട്ടാ, ഞാനത് ഉദ്ദേശിച്ചല്ല. ഒരബദ്ധമൊക്കെ ഏത്? താൻ പറയടോ, കേൾക്കട്ടെ. അച്ഛാ എന്താ അച്ഛാ, എന്താ ഇന്ന് ഡേറ്റ് 10 ആയിട്ടോ. ആയി നാളെ 11. ഫീസ് അടക്കാറായി. ഇനിയിപ്പൊ അടച്ചില്ലെങ്കിൽ അവരെ കൊണ്ട് അടപ്പിക്കരുത്. അച്ഛനടച്ചോടാ, അതല്ല എന്റെ ശരി. അവരടിക്കൊന്നുമില്ല, എന്നെ ക്ലാസ്സിന്ന് പുറത്താക്കൂ. ആര് അങ്ങനെ ധൈര്യം ഒന്ന് പുറത്താക്കട്ടെ. കുട്ടന്റെ മോള് ആ ബെസ്റ്റ്. അതുകൂടെ അറിഞ്ഞ പിന്നെ അവര് ക്ലാസ്സിലേ കേറ്റില്ല. ഒന്ന് പോവാ. കുട്ടേട്ടാ, ശരത്ത് എന്നോടൊരു കാര്യം പറഞ്ഞാൽ അവന്റെ ഹോസ്പിറ്റലിൽ രമ്യനെ ജോലിക്ക് നിർത്താണ്. അതാവുമ്പോ പഠിത്തവും മുടങ്ങില്ല. അതിന്റെ ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യമല്ലേ? അത് മതി ഇല്ലേ? എടി, എനിക്ക് പഞ്ചാര ഒന്നുമില്ല. ഇച്ചിരി പഞ്ചാര ഇളക്കാൻ പാടില്ലായിരുന്നു. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. നീ എന്നെ കളിയാക്കണം. കളിയാക്കിയതല്ല മനുഷ്യ, എനിക്കും അവക്ക് ഷുഗർ ഇല്ലാന്ന്. അത് നല്ല കാര്യമല്ലേ? എന്റെ അച്ഛാ, ഒന്നെങ്കിൽ അച്ഛൻ പഞ്ചസാര കൊണ്ടുവരണം, അല്ലെങ്കിൽ അമ്മക്ക് കാശ് കൊടുക്കണം. പഞ്ചാര അത് അച്ഛൻ ലീഡ് ചെയ്ത് തരാം. നായൊന്നുമില്ലല്ലോ. കുട്ടന്റെ വീടല്ലേ? കുട്ടന്റെ ആഗ്രഹമുണ്ട്. നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. കുട്ടനല്ലേ? വന്ന കാര്യം പറയാം മിസ്റ്റർ. എൻ്റെ പേര് ജബ്ബാർ ഹാജി. ഞാനെന്ത് വേണം? ഗോപൻ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എൻ്റെ പേരക്കുട്ടിക്ക് അത്യാവശ്യമായിട്ട് AB നെഗറ്റീവ് ചോര വേണം. ആ ചെല്ല്, ഒരു നല്ല കാര്യത്തിനല്ലേ. അതെ, ഈ ഡോക്ടർമാരൊക്കെ പലതും പറയും. ചോരാരാ, പക്ഷെ കാശ് കിട്ടണം. വേണ്ട. ശരി ശരി ശരി. എന്തോ ഷർട്ടൊക്കെ എടുത്തേ. ഒന്നും പറഞ്ഞില്ല, ഒന്ന് സഹായിക്കണം. അതെ, ഈ നടപ്പ് കുറച്ചായി. അതിനെ ചെന്നി അതായത് വലിയ തൊല്ലേത്. ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാം. അതെ, എത്ര രൂപ വരും? ഒരു 1000 രൂപ തരാം. എൻ്റെ കുട്ടിയുടെ കാര്യം. 1000 രൂപയോ? നിങ്ങൾക്ക് ജ്യൂസാണ് വേണ്ടത്, ചോരയാണ്? എന്നെ പൊന്നാശാല, ഈ ജ്യൂസാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ എടുത്തിട്ട് മേടിച്ചു തരാം. ഇതുപോലെ ഒരു ആശുപത്രിയിൽ 10,000 രൂപ കൂടെ ഒരു കുപ്പിക്ക്. ഞാൻ 2000 രൂപ തരാം. എൻ്റെ മോളുടെ റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്. 5000 രൂപ അതാണ് ഞാൻ ചെയ്തു തരാം. എന്തായാലും വേണ്ടില്ല, എൻ്റെ മോളുടെ ജീവൻ്റെ കാര്യം. ഞാൻ തരാം. പൈസ എടുത്തു. എന്നിട്ട് ജ്യൂസും വരുമ്പോൾ പറഞ്ഞാലേ. ശരി സാർ. ചേട്ടാ, ഈ ഫാർമസിയിൽ സ്റ്റോക്ക് ഇല്ലാത്ത മെഡിസിൻസ് ഒക്കെ അഷ്റഫ് ഡോക്ടർ പുറത്തേക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ പുറത്തുള്ളവർക്കും കിട്ടട്ടെ ചരത്തെ. അവർക്കല്ല കിട്ടിയോളും കുട്ടികളൊക്കെ. അല്ല മോഹിനി? എന്താ ശരിക്കും മോഹിനി തന്നെ. 5 സാറന്മാരെ. എന്താടോ, രക്തമൊക്കെ ഊറ്റി കൊടുത്താ? ഞാൻ പറഞ്ഞില്ലേ കുട്ടം വരുമെന്ന്. കേട്ടോ ആചാര്യ, ഇത്രയും പരോപകാരിയായിട്ടുള്ള ഒരാള് ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല അല്ലേ? സത്യം. ആ കുട്ടേട്ടാ, രമ്യയുടെ ഇന്റർവ്യൂവിന്റെ കാര്യം ഞാൻ സിന്ധു വെച്ചത് പറഞ്ഞായിരുന്നു. കിട്ടാനാ പ്രയാസം. അല്ല, സിന്ധു എന്നോട് പറഞ്ഞായിരുന്നു. വളരെ ഉപകാരം സാറേ. ദൈവം നിങ്ങളെ അറിയിരിക്കും. ശരി, ഓക്കെ. അഷ്റഫ് ഡോക്ടർ ഞാൻ കണ്ടോളാം. ഓക്കെ. നല്ല മനുഷ്യന്മാരാ. 8 മാസം വാടക കൊടുക്കാറുണ്ട്. ഞാനൊന്നും കൊടുക്കൊന്നുമില്ല. ഇടയ്ക്ക് ഇച്ചിരി ചില്ലറ വെച്ചാൽ തരുകയും ചെയ്യും. എൻ്റെ ഫൗസിമോളൊന്ന് കണ്ടിട്ട് അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ പോരെ? അങ്ങനെ ശരിയാവണേ. നിങ്ങളുടെ പ്രാർത്ഥന എനിക്കറിയോ? എനിക്കറിയൊന്നും അറിയാൻ മേല. ഞങ്ങളുടെ രീതിയിലാണെങ്കിൽ ഞാൻ ഒന്ന് നോക്കാം. പ്രാർത്ഥനയ്ക്ക് നിങ്ങളും ഞങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് അവളെ ഒന്നൊന്ന് തലയിലൊന്ന് കൈ വെച്ച് പോന്നാൽ മതി. അത് വലിയ പ്രാർത്ഥനയുടെ ഗുണം ചെയ്യും. എന്നാവാ. മോളെ, ഇതാണ് വല്യപ്പ പറഞ്ഞ ആള്, നമുക്ക് രക്തം തന്ന ആള്. ഇതെന്റെ മോളുടെ പ്രായമുള്ളൂ. ആർക്കുള്ളൂട്ടാ. വല്യപ്പ പറഞ്ഞ നിങ്ങൾ പൈസ ഒന്നും വാങ്ങിയിട്ടില്ലെന്ന്. നിങ്ങൾ പഠിച്ചോൻ കാത്തോളൂ. ഞാൻ പഠിച്ചോനോട് ദുആ ചെയ്യാം. നിങ്ങൾക്ക് നല്ലതേ വരൂ. പൊന്നെ,
ഒന്നാചാരെ എന്താ പിടിച്ചേ അത് ഞങ്ങൾക്ക് തന്നാലേ. പിടിച്ചേ എന്താ ഇത് അവിടെ വെച്ചോ വേണ്ടെന്നേ. അജയരെ എൻ്റെ നിവൃത്തി ഓരോണ്ടാകും. എൻ്റെ വീട്ടിൽ ദാരിദ്ര്യ ഇന്നലെ അരി മേടിച്ചില്ല, ഈ പോളിഷ് മാത്രമേ ഉള്ളൂ. കുട്ടൻ വല്ല ചെടിയും നട്ടിട്ടുണ്ടോ? മനസ്സിലായില്ല. വല്ല കൃഷിപ്പണി എടുത്തിട്ടുണ്ടോന്ന്? കണ്ട പറമ്പ് കളിക്കാനൊക്കെ പോയിണ്ടാവും. എന്താ അങ്ങനെ ചോദിച്ചു? അല്ല വല്ല കർഷകാത്മഹത്യ ആക്കാൻ പറ്റുമോ നോക്കുക. ഇനി അതും കൂടി മതി. അയ്യോ അവിടെ കിടന്നേ ആനന്ദേ. പേടിക്കണ്ട കൂട്ടാ, കർമ്മം ചെയ്യാൻ എടുത്തോണ്ട് പോയതാ. കുറച്ച് കഴിഞ്ഞാൽ അളിയും വരും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ കാരണം അറിയാം. അതറിഞ്ഞാൽ ഉടൻ പുറപ്പെടണം. അങ്ങനെ ശരിയാണ്. അപ്പൊ മഴുവാരാന്ന് വെക്കുന്നേ? ഏത് വിഡ്ഢിയാടാ ഈ മഴു വാങ്ങാന്ന് പറഞ്ഞേ? ഗോപൻ ഡോക്ടർ അയാളങ്ങനെ വെറുതെ പണം മുടക്കുന്നു സാറ് വിചാരിക്കുന്നുണ്ടോ? അതില്ല, പക്ഷെ ഒരു പക്ഷേ ഇല്ല. അതെ, ഈ വരുന്ന 1-ാം തീയതി അത് അയാൾ വാങ്ങിച്ചോളാന്ന് പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് സാറിനെ സഹായിക്കേ. ശരി, മഴു എടുക്കുക, സിന്ധുവിന്റെ അരികിൽ വെക്കുക, ഉണർത്തരുത്. ഇല്ല മതി, ഞാൻ എന്തെങ്കിലും ഞാൻ എന്താ തരണ്ട സാറ് പറ. പരലോകത്ത് ചെല്ലുമ്പോ അവിടെ ഒരാൾ ചോദിക്കും എന്റെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു. പല ആൾക്കാരും അനുകൂലമായിട്ടൊന്നും പറയാറില്ല. നിങ്ങൾ നല്ലത് പറഞ്ഞാൽ എനിക്കൊരു മാർക്ക് കൂടുതൽ കിട്ടും. ലോകം കണ്ടതിലും വെച്ച് ഏറ്റവും നല്ല കാലിനാന്ന് തട്ടി വിട്ടാ പോരെ. അറിയാലേറ്റു എന്നാലും എന്താണ് കാലിന് എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്ന് കടത്തി വിട്ടാ പോട്ടെ. എന്തു പറ്റി? എന്നെ കൊല്ലാൻ മാത്രമുള്ള പകയുണ്ടാവും. ആർക്ക്? ആ നിൽക്കുന്നവൻ നാഥൻ, അവൻ കറണ്ട് ഓഫീസറാ. എന്താ പ്രശ്നം? സാറേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു 5 സെന്റ് സ്ഥലമാണ് ഈ കഷ്ണം പോലെ നടക്കുന്നത് എൻ്റെ. അപ്പം ഈ പോസ്റ്റ് ആ മൂലയിലേക്ക് ഒന്ന് മാറ്റിയിട്ടാ ഒരു കുശനാപ്പ് എനിക്കൊരു വീട് വയ്ക്കായിരുന്നു. പ്രശ്നമാണത്, പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ ഒഴുകണ തോടല്ലേ, അതുപോലെ അതിനെ പോസ്റ്റ് മാറ്റിയിടാന്നൊക്കെ പറഞ്ഞാൽ അപ്പുറത്ത് പമ്പത് സമ്മതിക്കുന്നുണ്ട്. എളുപ്പമില്ല, ബുദ്ധിമുട്ടാണത്. പൈസ 17 പരിപാടി തന്നെ. ഇതിപ്പോ എന്താ ചെയ്യാൻ പറ്റാ? ജീവിതത്തിൽ അതുവരെ കക്കൂലി വാങ്ങാത്ത ആളായിരിക്കും, അതാ ഇത്ര സങ്കടം. അതൊന്നുമല്ല, ഈ നാഥൻ സാറ് ബൈക്കേ നുരുന്ന് വീണ് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുമായിരുന്നു. ആ പോസ്റ്റ് നോക്കാൻ വന്നതിന്റെ തലേദിവസം ബോഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കയ്യിലേക്ക് ആ വാസു പറഞ്ഞിട്ട് ഞാൻ ആ കൈക്കൂല് കൊണ്ട് തിരികെ കയറ്റി വെച്ച് കൊടുത്തേ. പിന്നെ പ്ലാസ്റ്റർ ഉണ്ടോ വന്നു. ഇനി ആ വൈരാക്കി തിളങ്ങാനും വല്ലതും ചെയ്തായിരിക്കും. പാവം, അയാൾക്ക് നിന്നോട് ഇഷ്ടമാണ്.